ഞാൻ ഡോക്ടർ അരുൺ, ഇടുക്കി സബ് കളക്ടറാണ്. 2020 ബാച്ച് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കേരള കാഡർ ഓഫീസറാണ്. 2019 UPSC സിവിൽ സർവീസ് എക്സാമിൽ 55ാം റാങ്കോട് കൂടി പാസ്സാവുകയും കേരള കാഡർ കിട്ടുകയും ചെയ്തു. പ്രൊഫഷണലി ഒരു ഡോക്ടറാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം അസിസ്റ്റൻറ്റ് കളക്ടറായിട്ട് കൊല്ലത്ത് 1 വർഷം വർക്ക് ചെയ്തിരുന്നു. അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ട് മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് സെൻട്രൽ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നു ഒരു 3 മാസം. അതിനുശേഷമാണ് ഇപ്പോൾ ഇടുക്കിയിൽ സബ് കളക്ടറായിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് ജോലി ചെയ്തു വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. UPSC കേരളയുടെ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജൂറിസ്ഡിക്ഷൻ വിട്ട് മറ്റൊരു സ്ഥലത്ത് നിന്നാണ്. അതാണ് ഈ വീഡിയോയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ നിന്ന് ഇടുക്കിയുടെ സ്വന്തം സബ് കളക്ടർ അരുണസ് നായരാണ് നമ്മുടെ ഒപ്പം ചേരുന്നത്. സാറിൻ്റെ അടുത്ത് എനിക്ക് ആദ്യത്തെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, എങ്ങനെയുണ്ട് ഇടുക്കി? ഇടുക്കി വളരെ മനോഹരമായിട്ടുള്ളൊരു ജില്ലയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ജില്ലകളിലൊന്നാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ്. ഒരു ഓഫീസർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന, തൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ജില്ലകളിലൊന്നാണ്. പിന്നെ ഇവിടുത്തെ മനുഷ്യർ വളരെ എന്താ പറയുക, സൗഹൃദപരമായിട്ടുള്ള ആൾക്കാരാണ്, സ്നേഹമുള്ള ആൾക്കാരാണ്, നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്, യാത്ര പോകാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതൊക്കെയാണ് ഇടുക്കിയെ പറ്റി പറയാനുള്ളത്. ഇടുക്കിയുടെ കൂടുതൽ വിശേഷങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് അറിയാനുള്ളത് സാറിൻ്റെ ഒരു ഹിസ്റ്ററി. എന്താ പറയണ്ടേ, മെഡിസിൻ കൂടാതെ മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ചു, ഒരുപാട് കാര്യങ്ങളുണ്ട്, കൂടാതെ IAS പ്രിപ്പറേഷൻ, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട്. ശരിക്കും എൻ്റെ നേറ്റീവ് കൊല്ലമാണ്, കൊല്ലംകാരനാണ് ഞാൻ. കൊല്ലത്തെ കടയ്ക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് എൻ്റെ ജനിച്ചതും വളർന്നതും ഒക്കെ. 12th വരെ ഞാൻ അവിടെയാണ് പഠിച്ചത്. ഗവൺമെൻറ് HSS കടയ്ക്കലാണ് ചെയ്തത് 12th വരെ. അതിനുശേഷമാണ് MBBS ചെയ്യാനായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് വന്നത്. കറൻ്റ്ലി ഇപ്പോൾ ട്രിവാൻഡ്രം സെറ്റിൽഡാണ്. എൻ്റെ ഫാമിലി എല്ലാം ട്രിവാൻഡ്രത്താണ്. സൂചിപ്പിച്ചതുപോലെ സ്കൂളിങ്ങിന് ശേഷം ആ സമയത്തൊന്നും സിവിൽ സർവീസ് ആഗ്രഹം ഇല്ലായിരുന്നു. ഒരു ഡോക്ടർ ആകുക എന്നുള്ളതായിരുന്നു ആഗ്രഹം. അങ്ങനെയാണ് MBBS പഠിക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുന്നത്. അതിനുശേഷം MBBS കംപ്ലീറ്റ് ചെയ്തു. വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെയാണ് MBBS പഠിച്ചത്. MBBS കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ശരിക്കും ഒരു കരിയർ ഷിഫ്റ്റിനെ പറ്റി ആലോചിക്കുന്നത്. പിന്നെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ചെയ്തു. 2018 സ്റ്റാർട്ട് ചെയ്തു. ആ വർഷം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. 19 ഫുൾ ഒറ്റ സ്ട്രെച്ചിൽ ക്ലിയർ ചെയ്യാൻ പറ്റി. 55th റാങ്ക് ആയിരുന്നു 2019 എക്സാമിൽ. 2020 ബാച്ച് IAS ആയിട്ട് കേരള കാഡർ കിട്ടി. മെഡിസിന് ശേഷം സിവിൽ സർവീസിൽ ഓപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞത് കാരണമുണ്ടോ? കാരണം പലപ്പോഴും ഞാൻ ആലോചിക്കുന്ന കാരണം, ഒരു വ്യക്തമായിട്ടുള്ള കാരണം എനിക്കിപ്പോഴും പറയാനായിട്ട് പറ്റുന്നില്ല. മെഡിസിൻ ഇപ്പോൾ സൂചിപ്പിച്ചത് ഇപ്പോഴും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മേഖല തന്നെയാണ് മെഡിസിൻ. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, മെഡിസിൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു ആ ജോലി എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ല എന്ന് എനിക്ക് തോന്നി. അതായത് ഒരു പ്യുവർലി അക്കാഡമിക് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് മെഡിസിൻ. അപ്പോൾ നമ്മുടെ കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എക്സ്ട്രാ അക്കാഡമിക് കഴിവുകൾ കാണിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം മെഡിസിനിൽ ഒരു അല്പം കുറവാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കരിയർ ഷിഫ്റ്റിനെ പറ്റി ചിന്തിച്ചത്. അപ്പോൾ അതിനേക്കാളും മികച്ച ഒരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ വളരെ കുറച്ച് കരിയേഴ്സേ ഉള്ളൂ. അതിലൊന്നാണ് സിവിൽ സർവീസ് എന്ന് പറയാം. ഓൾറെഡി ഇപ്പോൾ +2 തൊട്ട് എൻട്രൻസ് പ്രിപ്പറേഷനൊക്കെയാണ്. അത് കഴിഞ്ഞപ്പോൾ പ്രിലിംസിൻ്റെ പ്രിപ്പറേഷനൊക്കെ വളരെ ഈസി ആയിരുന്നോ, അതോ ഇതിൻ്റെ സബ്ജക്റ്റ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? അല്ല, ആദ്യം ഞാനും വിചാരിച്ചത് ഈസി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ മെഡിസിൻ എൻട്രൻസ് ക്ലിയർ ചെയ്തു, MBBS പഠിച്ചു, അതും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കോഴ്സാണ്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈസി ആയിട്ട് സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതൊരു മിഥ്യാധാരണയായിരുന്നു. 2018 ഫെയിൽ ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിൻ്റെ ശരിക്കുള്ള ഡിമാൻഡ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത്ര ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാം അല്ല, പക്ഷേ അപ്രാപ്യമായിട്ടുള്ളൊരു എക്സാമും അല്ല. നമ്മൾ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നൊരു എക്സാം തന്നെയാണിത്. ഇടയ്ക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, അന്ന് ലബാസിനെ നിന്ന് കളിച്ചിട്ടുണ്ടായ വൈറലായ ഒരു ഡാൻസ്. അശ്വതി ശ്രീനിവാസ് മാഡം ആണെന്ന് തോന്നുന്നു അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലബാസിന് എക്സ്പീരിയൻസ് കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ? അവിടുത്തെ ആ ഡാൻസ് കളിക്കേണ്ട ഒരു അവസ്ഥ വന്ന എൻ്റെ... ഇല്ല, അത് ഡാൻസ് കളിക്കേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല. ലബാസ്ന ശരിക്കും നമുക്കറിയാവുന്ന പോലെ ഒരു ആസ്പിറൻസിൻ്റെ എല്ലാം ഒരു ഡ്രീം ലൊക്കേഷനാണ്, ചെന്നെത്തപ്പെടാനുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ അക്കാഡമിക് ആയിട്ടുള്ള ട്രെയിനിങ്ങിന് ഉപരിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് അവിടെ നോൺ അക്കാഡമിക് ആയിട്ട് എന്തൊക്കെയോ ട്രാൻസിഷൻ നമുക്കുണ്ടാകുന്നത്. ഒരു ആസ്പിറൻറ്റിൽ നിന്നൊരു ഓഫീസറിലേക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒട്ടനേകം കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവിടെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്കില്ലുകളിൽ ഒരുപാട്, ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലായാലും നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിലായാലും നമ്മൾ ചിന്തിക്കുന്ന രീതിയിലായാലും ഒക്കെ ഒരു വലിയ ട്രാൻസിഷൻ ലബാസ്നയിൽ നടക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ വളർത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇതുവരെ സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ച ആളല്ല. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ കയറി ഡാൻസിൻ്റെ ക്വാളിറ്റിയെ പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സ്റ്റേജിൽ കയറി ഒരു 10-500 പേരുടെ മുന്നിൽ ഡാൻസ് കളിക്കാനുള്ള ഒരു ആത്മവിശ്വാസം എന്നിൽ ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും അവിടുത്തെ ട്രെയിനിങ്ങാണ്. ട്രെയിനിങ്ങിനെ കുറിച്ച് തന്നെ ചോദിക്കാം. ഇത് ലബാസിൻ്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞു, കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ അതിനെക്കുറിച്ച് നിങ്ങൾ പറയാനായിട്ട്?
പിന്നെ എനിക്ക് തോന്നുന്നു ലബാസ്ന അല്ലെങ്കിൽ അവിടുത്തെ ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി ട്രെയിറ്റിൽ വരുന്ന മാറ്റങ്ങളാണ്. അതായത് ഇപ്പോൾ എൻ്റെ കൂട്ടുകാർ തന്നെ ഈ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് മുന്നേ എന്നെ കണ്ടിട്ടുള്ള ആൾക്കാരും അതിനുശേഷം എന്നെ കണ്ടിട്ടുള്ള ആൾക്കാരും പറയുന്നത് അരുണേ നീ ഒരുപാട് മാറിപ്പോയി എന്ന് പോസിറ്റീവ് വേ എന്ന് പറയാറുണ്ട്. അതായത് ഞാൻ സംസാരിക്കുന്ന രീതി, നടക്കുന്ന രീതി, മേ ബി അങ്ങനെ ആയിരിക്കും, എനിക്കറിയില്ല, അതൊരു സ്ലോ പ്രോസസ് ആണ്, എനിക്കത് അത് കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതിന് മുന്നേയും പിന്നെയും എന്നെ കണ്ടിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും വലുത്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു അക്കാഡമിക്, നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അക്കാഡമിക് ട്രെയിനിങ്ങിനുപരിയായിട്ട് അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, ട്രെക്കിംഗ് ആയാലും ശരി, ഭാരത് ദർശൻ ആയാലും ശരി, അതുപോലെ തന്നെ വില്ലേജ് വിസിറ്റുകളായാലും ശരി, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. സിനിമയിൽ പറഞ്ഞതുപോലെ ഇന്ത്യ എന്താണ്, നമ്മുടെ നാട് എന്താണെന്നും ഒക്കെ അറിയാൻ പറ്റുന്ന ഒട്ടനേകം അവസരങ്ങൾ നമുക്ക് ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. ഇന്നലെ ക്വസ്റ്റ്യൻസ് എടുത്തപ്പോൾ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇല്ലാതെ ലബാസ് ഡേ പോയ പ്രശ്നമുണ്ടോ എന്നുള്ളത്. അതായത് ഇല്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനകത്തേക്ക് ചെല്ലും എന്നുള്ളതാണ് എനിക്ക് ആ കുട്ടിയോട് പറയാനുള്ള ഒരു കാര്യം. അതായത് ഞാനും നമ്മൾ അതായത് കുറച്ചൊരു ഇൻട്രോവേർട്ട് ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതായിരിക്കും കുട്ടിയുടെ ക്വസ്റ്റ്യൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അങ്ങനെയുള്ള ആൾക്കാരെ പോലും ട്രാൻസ്ഫോം ചെയ്യാൻ അവിടുത്തെ ട്രെയിനിങ്ങിന് സാധിക്കും. ഇന്നലെ ക്വസ്റ്റ്യൻ ഇട്ടില്ല, ഐശ്വര്യ എന്ന് പറഞ്ഞൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. ആള് ഇൻട്രോവേർട്ട് ആണ്, പക്ഷെ 9th മുതൽ സിവിൽ സർവീസ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബീങ് ആൻ ഇൻട്രോവേർട്ട്, ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ ഉണ്ടോ? അപ്പോൾ ആ ഒരു അല്ല, പ്രിപ്പറേഷൻ ജേണിയിൽ നമ്മുടെ ഇൻട്രോവേർട്ടോ എക്സ്ട്രോവേർട്ടോ എന്നുള്ള ക്വാളിറ്റീസ് ഒന്നും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ അത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ഡെഫിനിഷൻ, ആ കുട്ടിയുടെ ഡെഫിനിഷൻ ഞാൻ മനസ്സിലാക്കുന്ന ഡെഫിനിഷൻ ചിലപ്പോൾ രണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഈ ഒരു ജോബിലേക്ക് വരുമ്പോൾ നമ്മൾ കുറേയേറെ ആൾക്കാരെ കാണാനും ഇടപഴകാനും ഒക്കെ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിനകത്തൊരു ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ എന്നുള്ളത് ഒരു ലൈൻ വരച്ച് നമുക്ക് ഡിമാർക്കേറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു. ഇപ്പം മെഡിസിനിൽ നിന്ന് കഴിഞ്ഞ് സിവിൽ സർവീസ് ഒക്കെ ടോപ്പ് ചെയ്ത സ്ഥിതിക്ക് എനിക്ക് ഇൻട്രോവേർട്ട് കണക്റ്റഡ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇൻട്രോവേർട്ടിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതല്ലേ ഉള്ളത്. കാരണം ദിവസങ്ങളോളം വീട്ടിൽ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് പഠിക്കാനുള്ള ഒരു ഇത് കിട്ടും, കുത്തിയിരുന്ന് പഠിക്കാം, കുത്തിയിരുന്ന് വായിക്കാം. അപ്പോൾ അവർക്കൊരു എക്സ്ട്രാ വെയിറ്റ് കിട്ടുന്നില്ലേ? മേ ബി ഞാൻ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്ന ഒരാളല്ല. കാരണം എഗെയിൻ ഏതൊരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മുറി അടച്ചിരുന്ന് പഠിച്ച് നേടിയെടുക്കുന്ന ഒന്നാണ് UPSC. എഗെയിൻ അത് ഓരോ ആസ്പിരൻറ്റിൻ്റെയും ക്വാളിറ്റിയെ അനുസരിച്ചിരിക്കും. മുറി അടച്ചിരുന്ന് 24 hours പഠിച്ചാൽ മാത്രമേ UPSC കിട്ടൂ എന്നുള്ളൊരു ധാരണ എനിക്കില്ല. തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും ആസ്പിരൻസിനോട് പറയാനുള്ളത്, UPSC പ്രിപ്പറേഷന് ജീവിതത്തെ UPSC പ്രിപ്പറേഷൻ ആക്കി മാറ്റരുത്. ജീവിതത്തിൽ ഒരു ഭാഗം മാത്രമാണ് UPSC പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിന് ചുറ്റും വലിയൊരു ജീവിതം നമുക്കുണ്ട്. അതിനെയും കൂടി സൈഡിലൂടെ കൊണ്ടുപോകാൻ ഇത് കാണും. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു മാരത്തൺ റണ്ണാണ്. അതിൽ നമ്മൾ വളരെ ഏർലി തന്നെ എക്സ്പോസ്ഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. റീസെന്റ് ഒരു ചർച്ച ഇങ്ങനെ ആസ്പിരന്റ് കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നത്, ഇപ്പോൾ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് ഒക്കെ ആയിട്ടും ഇതുവരെ ക്ലിയർ ചെയ്യാത്തവര്, ഈ ഒരു ആസ്പിരന്റ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു അൺഎംപ്ലോയ്മെന്റ് വളരെയധികം കൂടി വരികയാണ്. അപ്പൊ സാറിന്റെ MBBSന്റെ ഒരു ബാക്കപ്പ് പ്ലാൻ എന്ന രീതിയിലുള്ളത് കൊണ്ട് ഈ പ്രിപ്പറേഷൻ അത് എത്രത്തോളം കരിയർ ഷിഫ്റ്റ് ആണെന്ന് പറഞ്ഞു, എന്നാലും ഹെൽപ്ഫുൾ ആയിരുന്നോ? ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് കൂടി വരുന്നത് അപ്പോൾ ആസ്പിരൻസിന്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ശരിക്കും ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, UPSC സൈക്കിൾ എന്ന് പറയുന്ന ഒരു ബർമുഡ ട്രയാങ്കിൾ പോലെയുള്ള ഒരു സാധനമാണ്. അതായത് നമ്മൾ അതിനകത്തെ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ വീണ്ടും 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 ഈ ഒരു എക്സാം എഴുതുക എന്നുള്ളത്. പക്ഷേ നമുക്കതിൽ നിന്ന് പുറത്തു ചാടാൻ മാനസികമായി ചിലപ്പോൾ നമുക്ക് പറ്റിയെന്നും വരില്ല. അതാണ് ഏറ്റവും പ്രശ്നം. പക്ഷേ ഈ കിട്ടാതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണെങ്കിൽ കിട്ടിയ ആൾക്കാരെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. കിട്ടാതെ പോയ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരുടെ അവർ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഇഷ്യൂസ് ഒന്നും നമ്മൾ ഇതുവരെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, നമ്മൾ 1-2 വർഷം നല്ല രീതിയിൽ ഒരു അറ്റംപ്റ്റ് കൊടുത്തതിന് ശേഷവും നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഏതൊരു കാൻഡിഡേറ്റ് ആണെങ്കിലും ഒരു സീരിയസ് തോട്ട് ഇതിന് ഈ വൈ ഐ കുഡ് നോട്ട് ക്ലിയർ ദിസ് പെർട്ടിക്കുലർ എക്സാം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കണം. എവിടെയാണ് ഇഷ്യൂ എന്നുള്ളതിനെ പറ്റി ചിന്തിക്കണം എന്നുള്ളതാണ്. ഒരു ഇഷ്യൂ പിൻ പോയിന്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. ആ ഇഷ്യൂ സോൾവ് ചെയ്ത് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. പക്ഷേ നമ്മൾ എത്രത്തോളം ആലോചിച്ചിട്ടും നമുക്ക് ആ ഒരു ഇഷ്യൂ പിൻ പോയിന്റ് ചെയ്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെയോ ഇൻ ജനറൽ ഞാൻ ഈ എക്സാമിന്
യോഗ്യനായിട്ടുള്ള ഒരാളല്ല എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സീരിയസ് തോട്ട് അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമേ എഗെയിൻ ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് വരാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. കാരണം പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു 22-23 ഇയേഴ്സിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു 32 ഇയേഴ്സ് വരെ പോകുമ്പോൾ ബാക്കിയുള്ള ഒരു കോമ്പറ്റീഷനിൽ നമുക്കിത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും നമ്മുടെ ജീവിതം 30-40 വർഷം അവിടെ കിടക്കുകയാണ്. അത് വളരെ കളർഫുള്ളായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് തീർക്കേണ്ട ഒരു ജീവിതമാണ്. അത് UPSCക്ക് വേണ്ടിയിട്ട് കളയേണ്ട ഒരു ജീവിതമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബാക്കപ്പ് പ്ലാൻ എപ്പോഴും ഉണ്ടാവും നല്ലതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മെഡിസിൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാക്കപ്പ് പ്ലാൻ ആയിരുന്നു. അതെൻ്റെ ആത്മവിശ്വാസം വളരെയധികം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിത് ക്ലിയർ ചെയ്തില്ലെങ്കിലും എൻ്റെ ഡിസിഷൻ വാസ് ലൈക്ക് ഞാൻ തിരിച്ചു പോയി PG ചെയ്ത് നല്ലൊരു ഡോക്ടറായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കരിയർ അവിടെ ഒരു സെക്യൂർഡ് ആയിരുന്നു. പക്ഷേ ഏതൊരു വിദ്യാർത്ഥിയും ഏതൊരു ആസ്പിരൻ്റ്, അതിപ്പോൾ UPSCക്ക് മാത്രമല്ല ഏതൊരു ഡിസിഷൻ നമ്മൾ എടുക്കാൻ പോകുമ്പോഴും ഒരു പ്ലാൻ ബി നമുക്ക് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹൗ ടു ബിൽഡ് എ പ്ലാൻ ബി, അതും ഒരു ചോദ്യമായിരിക്കാം. അതിനെക്കുറിച്ച് എന്തെങ്കിലും? ഹൗ ടു ബിൽഡ് എ പ്ലാൻ ബി എന്ന് പറയുമ്പോൾ പ്ലാൻ ബി ഷുഡ് ഓൾവേസ് ഓർ ബെറ്റർ ദാൻ പ്ലാൻ എ എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമ്മൾ പ്ലാൻ ബി എന്ന് പറയുന്നുണ്ടെങ്കിലും എപ്പോഴും പ്ലാൻ എയോട് ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിലോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം പ്ലാൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ UPSC പ്രിപ്പറേഷൻ ആണ് നമ്മുടെ പ്ലാൻ എ എന്നുണ്ടെങ്കിൽ ആ UPSC പ്രിപ്പറേഷനിലൂടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ ഒരു എക്സാം എഴുതുന്നത് കൊണ്ട് എൻ്റെ ലൈഫിൽ എന്താണ് വേണ്ടത്. അതായത് ചിലപ്പോൾ സർവീസ് ആയിരിക്കാം, ചിലപ്പോൾ നല്ലൊരു ജോലി ആയിരിക്കാം, നല്ലൊരു സാലറി ആയിരിക്കാം, അത് പലരുടെയും പല കാര്യങ്ങളായിരിക്കും. ഓരോരുത്തർക്കുമുള്ള ഒബ്ജക്റ്റീവ്സ് പലതായിരിക്കാം. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യുന്ന വേറെ ഏതൊക്കെ കരിയർ ഓപ്ഷൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ സോഷ്യൽ സർവീസ് ആണ് എന്നുണ്ടെങ്കിൽ UPSC മാത്രമല്ല സോഷ്യൽ സർവീസ്. അതിപ്പോൾ ഒരു നല്ലൊരു NGOയിൽ വർക്ക് ചെയ്ത് നമുക്കൊരു സോഷ്യൽ സർവീസ് ആകാൻ പറ്റും. നല്ലൊരു പൊളിറ്റീഷ്യനായി നമുക്ക് സോഷ്യൽ സർവീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ഉദ്ദേശം UPSC അല്ലെങ്കിൽ പ്ലാൻ എയിലൂടെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ ആ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യുന്ന മറ്റേതെങ്കിലുമൊക്കെ കരിയർ ഓപ്ഷൻസ് ആയിരിക്കണം പ്ലാൻ ബിയിലും വരേണ്ടത്. അങ്ങനെ വരുമ്പോഴേ നമുക്ക് പ്ലാൻ എ പരാജയപ്പെട്ടാലും പ്ലാൻ ബിയിലൂടെ നമുക്ക് ആ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞതിൽ ഒരു കീവേഡ് സോഷ്യൽ സർവീസ്, അതൊരു അംബീഷനായിട്ട് അരുൺ സാർ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ സർവീസ് കയറിയതിന് ശേഷം അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഓക്കെ, ഇപ്പോൾ മെഡിസിൻ എന്നുള്ളൊരു പ്രൊഫഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർവീസ് തന്നെയായിരുന്നു. പക്ഷേ UPSC അല്ലെങ്കിൽ സിവിൽ സർവീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർവീസിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് 10 മടങ്ങ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് മറ്റത് ഞാൻ വിശ്വസിക്കുന്നത് രോഗികളെയാണ് നമ്മൾ സർവീസ് കൊടുക്കുന്നത്. അതായത് നമ്മളെ അന്വേഷിച്ച് വരുന്ന ആൾക്കാരെ, അതായത് ഏതെങ്കിലും ഒരു ഡിമാൻഡുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരെയാണ് നമുക്ക് സേവനം ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഒരു സിവിൽ സർവൻ്റ് ആകുമ്പോൾ അങ്ങനെയല്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ഔട്ട്റീച്ച് ആയിട്ട് നമുക്ക് പലപ്പോഴും പോകാനായിട്ട് പറ്റും. അത് നമ്മൾ അടുത്തേക്ക് വരുന്ന ആൾക്കാരെ മാത്രമല്ല, നമുക്ക് ആൾക്കാരുടെ അടുത്തേക്കും കൂടി പോയി നമുക്ക് സേവനം ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം കുറച്ചും കൂടി വലുതാണ്. പിന്നെ നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് ആൾക്കാരെ നമുക്ക് കാണാനും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം ഈ ജോലിയിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കരിയറിൻ്റെ ഏറ്റവും തുടക്കത്തിൽ നിൽക്കുകയാണ്. അതായത് ഒരു 1 ഇയർ മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ ഇൻഡിപെൻഡൻറ്റ് ചാർജ് എടുത്തതിന് ശേഷം ഇടുക്കി പോലെയുള്ള ജില്ലയിൽ വലിയ വ്യത്യാസങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു സബ് കളക്ടറെ കൊണ്ട് ഒരു പക്ഷേ ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ എന്നാലും എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരുടെ ഡിമാൻഡുകൾ മനസ്സിലാക്കി അറ്റ്ലീസ്റ്റ്, അതായത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്നെങ്കിലും ആൾക്കാരുടെ അടുത്ത് പറയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൾക്കാർ വിചാരിക്കും സബ് കളക്ടറിനൊക്കെ വലിയ പവറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെയല്ല. നമുക്കൊരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്, കുറേയേറെ സ്ഥാനങ്ങളുണ്ട്, നമുക്ക് ചെയ്യേണ്ട കുറേയേറെ റോളുകളുണ്ട്. അപ്പോൾ അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല എങ്കിൽ എങ്ങനെ ഗൈഡ് ചെയ്യാം ആ ആളെ, അല്ലെങ്കിൽ ആ ആൾക്ക് ആവശ്യമുള്ളത് ഏത് ഓഫീസിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ എവിടെ നിന്നായിരിക്കാം സേവനം കിട്ടുന്നത് എന്നുള്ളതെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറേയേറെ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു സഹായം ചെയ്തു കൊടുക്കാൻ, സഹായം എന്ന് പറയുന്നത് തന്നെ തെറ്റായ വേർഡാണ്, എൻ്റെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് സർവീസ് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. മെഡിസിനെ കുറിച്ചും ഡോക്ടറിനെ കുറിച്ചും കൂടെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന മറ്റൊരു കാര്യം, ഞാൻ അരുണസ് നായർ IAS എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പോയപ്പോൾ ഈ ക്യാപ്ചർ ചെയ്ത ഒരു തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പേരുണ്ട്, ഡോക്ടർ കളക്ടർ എന്ന് പറഞ്ഞൊരു പേര്. അപ്പോൾ ഈ ഡോക്ടർ ആയതിനു ശേഷം കളക്ടർ ആകുമ്പോൾ ആ ഒരു പ്രൊഫഷൻ എങ്ങനെയെങ്കിലും തരത്തിൽ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു കളക്ടർ പ്രൊഫഷനിൽ? എനിക്ക് തോന്നുന്നു ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒന്ന്, MBBS പഠിച്ചതിലൂടെ കിട്ടിയ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ പഠിച്ചത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു സ്ഥാപനത്തിലേക്ക് വരുന്ന രോഗികളെന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടതായിട്ടുള്ള രോഗികളാണ്. അപ്പോൾ അവരെ നേരിട്ടും അവരെ അറിഞ്ഞതിൽ നിന്നും നമ്മൾ കിട്ടിയ കുറേയേറെ അറിവുകളുണ്ട്. അത് എക്സ്പീരിയൻസ് തന്നെയാണ്. അതെനിക്ക് തോന്നുന്നു ഈ ജോലിയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്.
പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പേഷ്യൻസ് എനിക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്, ക്ഷമ, അത് ആൾക്കാരെ കേൾക്കാനുള്ള ഒരു ക്ഷമ എനിക്ക് തോന്നുന്നു കുറച്ച് അധികമായിട്ട് ആ ഒരു പ്രൊഫഷനിൽ നിന്ന് ഇംബൈബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇംപേഷ്യൻ്റ് ആയിട്ടാണ് ആൾക്കാരാണെങ്കിൽ കൂടി അവയെ ക്ഷമയോടുകൂടി കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളൊരു വേർഡിങ് പറയാറുണ്ട്, ഒരു ഡോക്ടർ രോഗിയെ കേട്ടാൽ തന്നെ പകുതി അസുഖം മാറും എന്ന് പറയുന്നത് പോലെ ഒരു ലിസണിങ് ബ്യൂറോക്രാറ്റ് ആയിട്ട് മാറാനാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഒബ്ജക്റ്റീവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത്. സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഭയങ്കര വർക്ക് ഡൈവേഴ്സിറ്റി ഉള്ളൊരു ജോബ് തന്നെയാണ്. അപ്പോൾ കറലി ചോദിക്കാനുള്ളത്, ഒരു സബ് കളക്ടർ എന്ന് പറയുന്ന പോസ്റ്റിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് വരുന്നത്? കാരണം സാധാരണ എല്ലാവർക്കും പറയുന്നത് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ കളക്ടർ ആവാൻ പഠിക്കുക എന്നാണ് സാധാരണക്കാർ വിചാരിക്കുന്നത്. പക്ഷേ ഇതിൽ വരുന്ന വർക്ക് പ്രൊഫൈൽസ് ഒക്കെ എന്തൊക്കെയാണെന്ന് പറയാമോ? സാധാരണ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ IAS, അതിൽ തന്നെ കളക്ടറാണ് നമുക്ക് ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റുകളിലൊന്നും. അതുകൊണ്ട് തന്നെ ആൾക്കാർ എപ്പോഴും ചിന്തിക്കുന്ന സിവിൽ സർവീസിനെ ഒരു കളക്ടർ എന്നുള്ള രീതിയിൽ ഇക്വേറ്റ് ചെയ്തിട്ടാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഒരു സബ് കളക്ടർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, സബ് കളക്ടർ എന്ന് പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഒരു സ്റ്റാഫാണ്. നമ്മുടെ സ്റ്റേറ്റിനകത്തുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന സ്റ്റാഫാണ്. അപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പ്രധാനമായിട്ടും ലാൻഡ് റിലേറ്റഡ് ഇഷ്യൂസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ സബ് കളക്ടറിൻ്റെ റോൾ എന്ന് പറയുന്നത് കളക്ടർക്കും തഹസിൽദാർക്കും ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ഇടയ്ക്ക് വരുന്ന ഒരു ഓഫീസാണ് സബ് കളക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചാണെങ്കിൽ 13 ജില്ലകളിൽ 2 സബ് ഡിവിഷൻസ് വീതമുണ്ട്. വയനാട് മാത്രമാണ് ഒറ്റ സബ് ഡിവിഷൻ ഉള്ളത്. അപ്പോൾ ഇടുക്കിയിലും 2 സബ് ഡിവിഷൻ. അപ്പോൾ 2 സബ് ഡിവിഷനുകൾ വരുന്ന, അപ്പോൾ ഒരു ജില്ലയ്ക്കകത്ത് 2 സബ് കളക്ടർമാർക്ക് വരെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഹാഫ് ഡിസ്ട്രിക്റ്റ് ആണ് നമ്മുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന ലാൻഡ് റിലേറ്റഡ് ഇഷ്യൂസ് എല്ലാം തന്നെ നമുക്ക് പല നിയമങ്ങളിലൂടെയും ചട്ടങ്ങളിലൂടെയും നമുക്ക് അധികാരങ്ങൾ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. പിന്നെ കൂടുതലും ഇപ്പോൾ തഹസിൽദാർ എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ അപ്പീലുകളായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ആ അപ്പീലുകൾ കേൾക്കുന്ന ഒരു സിവിൽ കോർട്ട് പോലെ ചിലപ്പോൾ ആക്ട് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഇത് കൂടാതെ കുറേയേറെ ജോലികൾ ഒരു സബ് കളക്ടർക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സബ് കളക്ടർ എന്ന് പറയുന്ന ഒരു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കൂടിയാണ്, ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്. നമ്മുടെ CRPC അനുസരിച്ചിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്. അപ്പോൾ ലോ ആൻഡ് ഓർഡർ അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എല്ലാ അൺനാച്ചുറൽ ഡെത്തുകളും ആദ്യം പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത് സബ് കളക്ടറിൻ്റെ അടുത്തേക്ക്, ഈ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്കാണ്. അതിനുശേഷമാണ് നമ്മുടെ ക്രിമിനൽ കോർട്ടുകളിലേക്ക് ഈ കേസുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് മറ്റൊരു ജോലിയാണ്. പിന്നീട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ജോലി, കേരളത്തിനെ സംബന്ധിച്ചിടത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഒരു മെയിൻ്റനൻസ് ട്രിബ്യൂണൽ, അതായത് മുതിർന്ന പൗരന്മാരുടെയും മാതാപിതാക്കളുടെയും ക്ഷേമം എന്ന് പറയുന്ന ഒരു മെയിൻ്റനൻസ് ട്രിബ്യൂണലിൻ്റെ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് സബ് കളക്ടറാണ്. അപ്പോൾ ഇത്തരത്തിൽ മുതിർന്ന പൗരന്മാർക്കോ മാതാപിതാക്കൾക്കോ അവർക്ക് സംരക്ഷണം കിട്ടുന്നില്ല എങ്കിൽ അവർക്ക് പരാതി സമർപ്പിക്കാനുള്ള ഒരു ഫോറം എന്ന് പറയുന്നത് സബ് കളക്ടറിൻ്റെ ഓഫീസാണ്. മറ്റൊരു ജോലി എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫുഡ് സേഫ്റ്റിയുടെ അഡ്ജൂഡിക്കേഷൻ ഓഫീസർ എന്ന് പറയുന്നത്, ഫൈൻ ഈടാക്കേണ്ട കേസുകളിൽ അഡ്ജൂഡിക്കേഷൻ ഓഫീസർ എന്ന് പറയുന്നത് സബ് കളക്ടറാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിലെ വിവിധ നിയമങ്ങൾ കൊണ്ട് നമുക്ക് തന്നിട്ടുള്ളതാണ്. പിന്നീട് ഇപ്പോൾ ഇടുക്കി പെർട്ടിക്കുലർ പറയുകയാണെങ്കിൽ കുറച്ചധികം ടാസ്കുകൾ വരുന്നു. ഇവിടെ വനപ്രദേശം ഒരുപാടുള്ളത് കൊണ്ട് ഈ വനത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ആദിവാസികളായിട്ടോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് എന്ന് നമ്മൾ പറയുന്ന ആൾക്കാർ, അവർക്ക് വേണ്ട വനാവകാശം കൊടുക്കുക എന്ന് പറയുന്ന ഒരു ജോലി, അതിൻ്റെ ഒരു ജോലിയിൽ സബ് ഡിവിഷണൽ ലെവൽ കമ്മിറ്റി ചെയർ ചെയ്യുന്ന സബ് കളക്ടറാണ്. ചിലപ്പോൾ റിസർവ് വനങ്ങളാക്കി പ്രഖ്യാപിക്കുന്നതിന് ഫോറസ്റ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന ഒരു നടപടിക്രമമുണ്ട്. അതിൻ്റെ ഫോറസ്റ്റ് സെറ്റിൽമെൻറ്റ് ഓഫീസർ എന്ന് പറയുന്നത് സബ് കളക്ടറാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സബ് കളക്ടറിന് വരുന്ന ജോലികൾ എന്ന് പറയുന്നത്. നമ്മുടെ ആക്ച്വലി തിരുവനന്തപുരമാണ് ഒരു ബേസ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജൂറിസ്ഡിക്ഷൻ വിട്ട് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാനും പോയിട്ടില്ല, പരിപാടി നടത്താനും മുതിർന്നിട്ടില്ല. അതുകൊണ്ട് ഇടുക്കി വന്നിട്ടുള്ള ഒരു ചലഞ്ചിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇടുക്കി വന്നതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ നടക്കാനായിട്ടുള്ള ഏറ്റവും ചലഞ്ചിങ് എക്സ്പീരിയൻസ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ആണ്, തുടർച്ചയുള്ള കാറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അരുൺ സാർ ആക്ച്വലി ജനിച്ച നമ്മളൊന്നും കൊല്ലത്ത് കടയ്ക്കലാണ്. മെഡിസിനും സിവിൽ സർവീസും ചെയ്തത്, പ്രിപ്പറേഷൻ ചെയ്തത് തിരുവനന്തപുരത്താണ്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് 100% മലയോര പ്രദേശമായിട്ടുള്ള ഇടുക്കി വരുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇടുക്കിയിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ആദ്യം ഇടുക്കിയാണ് പോസ്റ്റിംഗ് എന്ന് അറിഞ്ഞപ്പോൾ ഒരു അതിശയമായിരുന്നു. കാരണം അതിന് മുന്നേ നമ്മൾ ടൂറൊക്കെ ആയിട്ട് ഇടുക്കിയിൽ പല സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് പോയിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ 2 വർഷം ഒരു സ്ഥലത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തിനോട് ചേർന്ന് നിൽക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. പക്ഷേ ഇടുക്കി വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഓഫീസർക്ക് വളർന്നു തരാൻ, കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ലാൻഡ് റവന്യൂ റിലേറ്റഡ് മാറ്റേഴ്സ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടി
കൂടിയാണ്. വൈഡ് വെറൈറ്റി, മറ്റ് ജില്ലകളിൽ ഒന്നും ഇല്ലാത്ത, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് ഇടുക്കിയിലെ ലാൻഡ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ മറ്റ് ജില്ലകളിൽ ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ പോലും നമുക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക്കലി നോക്കുമ്പോൾ ഉള്ള ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. പിന്നെ നോൺ അക്കാഡമിക്, അത് പേഴ്സണൽ ലൈഫ് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായൊരു സ്ഥലമാണ്. പൊല്യൂഷൻ വളരെ കുറവാണ്, നല്ല വെള്ളം, നല്ല കാറ്റ്, ഇതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ജനങ്ങൾ വളരെ സൗഹൃദപരമായിട്ടുള്ള ആൾക്കാരാണ്, വളരെ സ്നേഹമുള്ള, പോപ്പുലേഷൻ വളരെ കുറവാണ് എന്നാലും വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. ഈ സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോൾ റീസെന്റ് ഒരു SPC കേഡറ്റ് സാറിനെ ഹഗ് ചെയ്യാൻ വന്നൊരു ഫോട്ടോ, അത് ഭയങ്കര വൈറലായിരുന്നു. അതെ അതെ, യെസ്. അത് അവൻ ഇങ്ങനെ വന്നിട്ട് ഞാൻ സാറിൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചോടാന്ന് പറഞ്ഞു, ഞാൻ സാറിനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിച്ചോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ അടുത്തൊരു കുട്ടി വന്ന് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്താന്ന് പറഞ്ഞിട്ട് ഒരു ഹഗ് കൊടുത്തു. അപ്പോൾ പിന്നെ അതിന് പിന്നാലെ വേറെ 2 പേരും കൂടി കെട്ടിപ്പിടിച്ചു. അതിൻ്റെ ഫോട്ടോ അവരെടുത്തില്ല, പക്ഷെ ഇവനാണ് ആദ്യം അവർ ഇനിഷ്യേറ്റീവ് എടുത്തത്. അപ്പോൾ വളരെ നല്ല ആൾക്കാരാണ് നമുക്ക്, അതായത് ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതിൻ്റെ മുൻപിൻ കാര്യങ്ങളൊക്കെ അവർ പിന്നീട് ചിന്തിക്കും. നമ്മൾ പറഞ്ഞല്ലോ എന്നുള്ള വെച്ചത് മാത്രം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇടുക്കിയെ സംബന്ധിച്ചത്. പിന്നെ യാത്ര പോകാൻ ഇഷ്ടമുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റിയ, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇടുക്കി എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഒരു ജംഗ്ഷൻ കഴിഞ്ഞ് മറ്റൊരു ജംഗ്ഷനിലേക്ക് പോകണമെങ്കിൽ കിലോമീറ്ററോളം കിടക്കണം, ചുറ്റും വനങ്ങളാണ്. സമയം ഒരുപാട് ട്രാവൽ ചെയ്യാൻ സ്ഥലങ്ങൾ, ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിറ്റി എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാം സിറ്റിയാണ്. ഇടുക്കിയുടെ നിങ്ങൾ ഏത് സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും എല്ലാം സിറ്റിയാണ്. ഇപ്പോൾ നിർമ്മല സിറ്റി, പിള്ള സിറ്റി, ഇങ്ങനെ ഒരുപാട് സിറ്റികളുള്ള സ്ഥലമാണ്. പക്ഷേ ഇതൊന്നും സിറ്റി ആയിരിക്കില്ല, വളരെ ചെറിയ ഈ പറഞ്ഞ പോലെ ജംഗ്ഷനുകളായിരിക്കും. പക്ഷേ അത് തന്നെ ആൾക്കാരുടെ ഒരു മനോഭാവമാണ് സൂചിപ്പിക്കുന്നത്. അതായത് അവരുള്ളതിൽ നിന്ന് അവർ സന്തോഷം കണ്ടെത്തുന്ന അല്ലെങ്കിൽ സംതൃപ്തി കണ്ടെത്തുന്ന ആൾക്കാരാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം ഈ പറഞ്ഞ പോലെ യാത്ര ചെയ്യൽ തന്നെയാണ്. അതായത് റോഡുകളുടെ ക്വാളിറ്റി വളരെ നല്ലതാണെങ്കിൽ കൂടി വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന റോഡുകളാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം പോകും. ഇപ്പോൾ എൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് തൊടുപുഴ, അതായത് എറണാകുളം ജില്ലയുടെ ബോർഡർ സ്റ്റാർട്ട് ചെയ്ത് കുമിളി വരെ, തമിഴ്നാടുമായുള്ള ബോർഡർ വരെ എത്തുന്ന അത്രയും സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എൻ്റെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ മിനിമം 5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ എടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ട്രാവലാണ് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. പക്ഷേ ട്രാവൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒഫീഷ്യൽ പരിപാടിയുടെ ഒപ്പം തന്നെ നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനും പറ്റും. ടൂറിസത്തിന് ഒരുപാട് സ്കോപ്പ് ആണല്ലോ. ടൂറിസത്തിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ലൊക്കേഷൻസ് ഒന്നാണ് ടൂറിസം ഡെവലപ്മെൻറ്റിന് ഇടുക്കി എന്ന് പറയുന്നത്. ഇപ്പോൾ മൂന്നാർ, തേക്കടി എന്ന് പറയുന്നത് തന്നെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ടൂറിസം ഹബ്ബുകളാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ജനറേഷനിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യങ് ജനറേഷൻ ആൾക്കാർ എക്സ്പ്ലോറിങ് ടൂറിസമാണ് അവർക്ക്. അതായത് അധികം ആൾക്കാർ പോകാത്ത സ്ഥലങ്ങൾ ആണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഒരു സ്കോപ്പ് കൂടി ഇടുക്കിയിൽ ഒരുപാടുണ്ട്. എക്സ്പ്ലോർ ചെയ്യാനുള്ള ഹിഡൻ ജെംസ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ടൂറിസത്തിലേക്ക് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം, ടൂറിസം ഡെവലപ്മെൻറ്റും ഇവിടുത്തെ എക്കോസിസ്റ്റത്തിൻ്റെ സംരക്ഷണവും ഒരേ രീതിയിൽ കൊണ്ടുപോകണമെന്നാണ്. സസ്റ്റൈനബിൾ ടൂറിസം അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്ന ഒരു ഐഡിയ ആയിരിക്കും ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ലൊക്കേഷനും എനിക്ക് തോന്നുന്നു ഇടുക്കിയായിരിക്കും. മലയോര പ്രദേശമായിട്ടുള്ള ഇടുക്കിയിൽ ഒരു സബ് കളക്ടർ അല്ലെങ്കിൽ കളക്ടർ വരുമ്പോൾ അവരുടെ ഒരു ജോബ് പ്രൊഫൈലും മറ്റ് ജില്ലകളെക്കാളും കുറച്ചും കൂടെ ചലഞ്ചിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വളരെ ഇവിടുത്തെ ലാൻഡ് സ്ലൈഡ്സ്, വളരെ ഹൈ ടെൻഷൻ ഏരിയ ആയിട്ടുള്ള ആ ഒരു ലാൻഡ് ഫോംസിൻ്റെ കാര്യങ്ങളൊക്കെ. കാരണം നമ്മുടെ 2018-19 വെള്ളപ്പൊക്കം തന്നെ വലിയൊരു ഉദാഹരണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രോൺ ഏരിയ ആണ്, ഡിസാസ്റ്റർ പ്രോൺ ഏരിയ ആണ് ഇടുക്കി. അപ്പോൾ ആ ഒരു തരത്തിലൊക്കെ what do you see there? ഇടുക്കി എനിക്ക് നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഡിസാസ്റ്റർ മാപ്പ് ഉണ്ട്, നമ്മുടെ ഡിസാസ്റ്റർ പ്രോൺ ഏരിയയുടെ. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇടുക്കിയുടെ മേജർ സ്ഥലങ്ങളെല്ലാം തന്നെ ഡിസാസ്റ്റർ പ്രോൺ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതാണ് ഒരു പ്രത്യേകത. അതായത് എവിടെ വേണമെങ്കിലും, പ്രത്യേകിച്ച് ലാൻഡ് സ്ലൈഡ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല, എർത്ത് പോലെ എവിടെ വേണമെങ്കിലും സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഡിസാസ്റ്റർ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം വലിയ ഡിസാസ്റ്ററുകളൊന്നും ജില്ലയിൽ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. അതൊരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതിനെ ഒരിക്കലും എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം മഴയും കഴിഞ്ഞ തവണ വളരെ നോർമൽ രീതിയിലുള്ള മഴയായിരുന്നു. ലാൻഡ് സ്ലൈഡുകൾ, വളരെ ചെറിയ ലാൻഡ് സ്ലൈഡുകൾ 1-2 സ്ഥലത്തുണ്ടായെങ്കിലും ജീവഹാനിയോ അല്ലെങ്കിൽ വീടുകൾക്ക് തകർച്ചയോ അങ്ങനെയൊന്നും വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല.
പക്ഷേ നമ്മളെപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം. അതായത് ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചാൽ തന്നെ നമ്മൾ എല്ലാ ഓഫീസേഴ്സും അല്ലെങ്കിൽ എല്ലാ സിസ്റ്റവും ഉണർന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പിന്നെ ജനങ്ങൾക്കിടയിലും ഇപ്പോൾ ഡിസാസ്റ്ററിനെ പറ്റിയും പ്രിപ്പയർനെസ്സിനെ പറ്റിയും ഒരു നല്ല അവബോധമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ ഫ്ലഡിന് ശേഷം 17ലും 18ലും ഒക്കെ നടന്നതിന് ശേഷം ആൾക്കാർക്കിടയിലും ഒരു അവബോധമുണ്ട്. അപ്പോൾ ഫ്ലഡ് വരാനുള്ള സാധ്യതയുണ്ടെന്നും അല്ലെങ്കിൽ ഫ്ലഡ് പ്രോൺ ആണെന്നും ഇന്ന സ്ഥലങ്ങളൊക്കെ ഫ്ലഡ് പ്രോൺ ആണെന്നും അതുകൊണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനനുസരിച്ച് ഒഴിഞ്ഞു മാറാനും ഒക്കെ തയ്യാറായിട്ടുള്ള ഒരു ജനവിഭാഗം കൂടിയാണ് ഇടുക്കിയിലുള്ളത്. പക്ഷേ അതിലേറ്റവും ഞാൻ അഡ്മയർ ചെയ്യുന്നത് ഈ ഡിസാസ്റ്റർ പ്രോൺ ആയിട്ട് കൂടി ഈ ഏരിയയിൽ ജനിച്ച് വളർന്ന് അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്ന ജനങ്ങളെ പറ്റിയാണ്. അപ്പോൾ അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള അവരുടെ ജീവിതത്തിന് മുന്നിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ജോലി അത്ര വലിയ ചലഞ്ചിങ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഇടുക്കിയെ കുറിച്ച് ഇടുക്കിയുടെ അഡ്മിനിസ്ട്രേഷൻ എന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, മലയോര പ്രദേശം കൂടെ അല്ലാതെ ഒരു റിച്ച്ലി ഫോറസ്റ്റ് ഡൈവേഴ്സിറ്റി ഉള്ള ഏരിയ ആണ്. മെജോറിറ്റി ഫോറസ്റ്റ് ആണ് ഇവിടെ. അപ്പോൾ വൈൽഡ് ലൈഫിന്റെ ഇൻഡിഫറൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ഇടുക്കിയുടെ ടോട്ടൽ ഏരിയയുടെ 50% അബോവ് ഫോറസ്റ്റ് ആണ്, റിസർവ് ഡിക്ലെയർഡ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വനവിസ്തൃതി കൂടിയ ജില്ലകളിൽ ഒന്നുകൂടിയാണ് ഇടുക്കി എന്ന് പറയുന്നത്. അതിൻ്റെ ഇഷ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് തന്നെയാണ്. ഇടുക്കിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക ജില്ല കൂടിയാണ് ഇടുക്കി. ഇവിടുത്തെ മേജർ ഇൻകം എന്ന് പറയുന്നത് കൃഷിയാണ്. ജനങ്ങളെല്ലാവരും തന്നെ കൃഷി. അപ്പോൾ ലാൻഡ് പാർസലുകളും ഇവിടെ വലുതാണ്. അപ്പോൾ നമ്മുടെ കൂടുതൽ ഇവിടെ സ്പൈസസ് ആണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. പിന്നെ പ്ലാന്റേഷൻസ് ഒരുപാടുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ ഈ റൂട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ രണ്ട് സൈഡും ഏലവും കുരുമുളകും ഇഞ്ചിയും മഞ്ഞളും ഒക്കെ കൃഷി ചെയ്യുന്നത് കാണാം. പിന്നെ തേയില ഒരുപാടുണ്ട്, കാപ്പിയുണ്ട്, ഇങ്ങനെയുള്ള കൃഷികളാണ് ഒരുപാടുള്ളത്. പിന്നെ കുറച്ചും കൂടി നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ പോലെയുള്ള കൃഷിയും തൊടുപുഴ സൈഡ് ആ സൈഡിലൊക്കെ കുറച്ച് കൃഷികൾ റബ്ബറും ഒക്കെ ഉണ്ട്. പിന്നെ വട്ടവട ആ ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫ്രൂട്ട്സ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് കൃഷി നമുക്ക് യെസ് അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറച്ച് ഏരിയയിൽ നെൽകൃഷി മുന്നേ ഉണ്ടായിരുന്നു, തൊടുപുഴ സൈഡ് കുമിളി സൈഡിലൊക്കെ. പക്ഷെ ഇപ്പോൾ നെൽകൃഷി നമുക്കറിയാം, നെൽകൃഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു അഗ്രി ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം കർഷകർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഫോറസ്റ്റ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. ഒരുപാട് നഷ്ടം കർഷകർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ക്വാർട്ടേഴ്സിൽ കുറച്ച് കൃഷി ചെയ്തപ്പോൾ, അതായത് ഞങ്ങളുടെ സ്റ്റാഫ് എല്ലാവരും കൂടി ചേർന്ന് 2-3 ചേനയും ചേമ്പും ഒക്കെ വെച്ചാൽ തന്നെ അത് വന്ന് പന്നി കഴിച്ചിട്ട് പോയി. അപ്പോൾ 4-5 എണ്ണം വെക്കുമ്പോൾ തന്നെ നഷ്ടമാകുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമമാണ്. അതായത് വളർന്നു നിന്ന ഒരു 4-5 മൂട് കൃഷി വിളകൾ നശിക്കും. അപ്പോൾ ഏക്കർ കണക്കിന് കൃഷിയൊക്കെ ആനിമൽസ് നശിപ്പിക്കുന്ന കണ്ടാൽ നമുക്കൊരിക്കലും കർഷകരെ അവർ വിഷമിക്കുന്നത് കൊണ്ട് നമുക്കൊരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഫോറസ്റ്റ് കൊണ്ടുണ്ടാകുന്നത് എപ്പോഴും വരുന്ന ഒരു ഡെവലപ്മെൻറ്റുമായിട്ട് വരുന്ന ഒരു ബാലൻസ്. അതായത് ഫോറസ്റ്റ് നമുക്കറിയാം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഡെവലപ്മെൻറ്റിന്, ഫോറസ്റ്റ് ലാൻഡ് വിട്ട് കിട്ടുന്നതിനും ഒക്കെ ആയിട്ട്. ആ ഒരു ഇംബാലൻസ് പലപ്പോഴും ഇവിടെ ഒരു പൊളിറ്റിക്കൽ ടസിലായിട്ടോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ തമ്മിലുള്ള ടസിലായിട്ടോ ഒക്കെ ചിലപ്പോൾ വളരെ ചെറിയ രീതിയിൽ മാറാനുള്ള സാധ്യത കൂടിയ ഒരു ജില്ലയാണ്. അപ്പോൾ വളരെ നല്ലൊരു കോർഡിനേഷനോട് കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കിവിടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. മറ്റൊരു കാര്യം ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് ട്രൈബൽസ് ആണ്. നമുക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ള ജില്ലകളിലൊന്നാണ് ഇടുക്കി. അപ്പോൾ അതിൽ മെജോറിറ്റി ആൾക്കാരും നമ്മുടെ ഫോറസ്റ്റിനുള്ളിൽ തന്നെ, അതായത് കോളനികളായിട്ട് ഫോറസ്റ്റിനുള്ളിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഉന്നമനം എന്ന് പറയുന്നതാണ് മറ്റൊരു ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത്. എനിക്ക് ഇടുക്കിയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ എനിക്ക് ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി സാർ എന്തെങ്കിലും ഒരു ഐഡിയ തരാമോ? ഇടുക്കിയിലെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ്? ഓക്കെ, ഇടുക്കിയുടെ ഹിസ്റ്ററി പറയണമെങ്കിൽ പ്രാചീന കാലം തൊട്ടുള്ള ഏൻഷ്യൻ ഹിസ്റ്ററി തൊട്ട് ചിലപ്പോൾ പറയേണ്ടി വരും. അതായത് ഇടുക്കിയുടെ ചരിത്രം ആദ്യകാല മനുഷ്യരുടെ കുടിയേറ്റം ഉണ്ടായ ചരിത്രം തൊട്ടേ ഉണ്ട്. അതായത് നമ്മുടെ മുനിയറകൾ തൊട്ടുള്ള അവശേഷിപ്പുകൾ നമ്മുടെ ഇടുക്കിയിലുണ്ട്. ഇപ്പോൾ മറയൂർ പോവുകയാണെങ്കിലും കാന്തല്ലൂർ സൈഡിലേക്ക് പോവുകയാണെങ്കിലും ഈവൻ ഇടുക്കിയിൽ പോലും പ്രോപ്പർ പൈനാവിൽ പോലും നമ്മുടെ ഈ ഒരു 5 കിലോമീറ്റർ ഉള്ളിലൊരു മുനിയറയുണ്ട്. അപ്പോൾ ആ ചരിത്രാതീത കാലം, ആ ഒരു ആദിമ മനുഷ്യൻ്റെ സമയം തൊട്ട് തന്നെ ഇടുക്കിയിൽ മനുഷ്യവാസമുണ്ട് എന്നുള്ളതിൽ ഒരു കാര്യം. അപ്പോൾ അത് ഒരു സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇടുക്കിയിലേക്കുള്ള കുടിയേറ്റം, അതായത് നമ്മളിപ്പോൾ കാണുന്ന കുടിയേറ്റമല്ല, ഇപ്പോഴത്തെ ജനങ്ങളുടെ കുടിയേറ്റം, അതിന് മുന്നേ ഉള്ള കുടിയേറ്റം ഒരു തമിഴ് മേഖലയിൽ നിന്നുള്ളൊരു കുടിയേറ്റം. അതായത് പാണ്ഡ്യന്മാരുടെയും ചോളന്മാരുടെയൊക്കെ സമയത്ത് തന്നെ ഇടുക്കിയിലേക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കുടിയേറ്റം ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കപ്പെടുന്നുണ്ട്. വെസ്റ്റേൺ ഗട്ട്സിലൂടെ അത്ര എളുപ്പമല്ലായിരുന്നു, പക്ഷേ ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്കതിന് ഏറ്റവും നല്ലൊരു തെളിവെന്ന് പറയുന്നത് നമ്മുടെ കുമിളി തേക്കിടിക്ക് ഉള്ളിൽ, വനത്തിനുള്ളിൽ ഒരു മംഗളാദേവി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. അത് വർഷത്തിലൊരിക്കൽ മാത്രം പബ്ലിക്കിന് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ക്ഷേത്രം. അത് ഈ പറയുന്ന പാണ്ഡ്യരാജാക്കന്മാരുടെ സമയത്ത് നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അപ്പോൾ
ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഐതിഹ്യങ്ങളും കാര്യങ്ങളും മാറ്റിവെച്ചാൽ ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കാലഘട്ടം തൊട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കുടിയേറ്റം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് അന്നത്തെ ആണെങ്കിൽ കുടിയേറ്റം എന്നുള്ളതിനുപരിയായിട്ട് പലപ്പോഴും ഞാൻ വായിച്ചിട്ടുള്ളൊരു കാര്യം, ഈ സിസ്റ്റത്തെ പേടിച്ച് ഓടുന്ന ആൾക്കാർ, അതായത് ഒളിച്ച് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ വളരെ എളുപ്പമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇടുക്കിയിലേക്ക് ഇപ്പോഴത്തെ ഓഫീസർമാർ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറൊക്കെ ആയിട്ട് വിടുന്നത് പോലെ അന്ന് ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ എന്താണ് ഇങ്ങോട്ടേക്ക് ഒളിച്ചു വരാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം ഒരു മോഡേൺ ഏജിൽ വരുന്ന ഒരു കുടിയേറ്റം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ കർഷകർ കോട്ടയം ഭാഗത്തു നിന്നും പത്തനംതിട്ട ഭാഗത്തു നിന്നും ഒക്കെയുള്ള കർഷകർ കുടിയേറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുടിയേറ്റം. അപ്പോൾ ഇങ്ങനെ പല ഘട്ടങ്ങളിലായി ഇടുക്കിയിലേക്ക് ഒരു കുടിയേറ്റം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, പ്രാചീന കാലത്തും ഒരു മെഡീവൽ ടൈമിലും മോഡേൺ ടൈമിലും ഒക്കെ. പിന്നെ ഇപ്പോഴുള്ള ഒരു റിവേഴ്സ് ട്രെൻഡ് ഉണ്ടല്ലോ, ഒരു മെട്രോ സിറ്റിയിൽ നിന്ന് തിരിച്ച് ഗ്രാമങ്ങളിലേക്കുള്ള ഒരു പോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇടുക്കിയിലെ ലാൻഡ് ട്രാൻസാക്ഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ, അതായത് മെട്രോ സിറ്റിയിൽ കരിയറൊക്കെ കരിപ്പിടിപ്പിച്ച ആൾക്കാർ തിരിച്ച് അവരുടെ ഒരു പോസ്റ്റ് റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുക്കി ബേസ് ആയിട്ട് മാറുന്ന ഒരു കാഴ്ച കൂടി കാണുന്നുണ്ട്. അപ്പോൾ ഈ 4 കാലഘട്ടങ്ങളിലായിട്ട് ഇടുക്കിയിലെ കുടിയേറ്റങ്ങളെ അല്ലെങ്കിൽ ഹിസ്റ്ററിയെ നമുക്ക് ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ് കുറച്ച് എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇടുക്കിയിലെ ജനങ്ങളുടെ ഒരു ഓക്കുപേഷൻ രീതി പറയുകയാണെങ്കിൽ മലയോര പ്രദേശമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ നമ്മുടെ സർക്കിളിൽ തന്നെ ഇപ്പം ധാരാളം ഇടുക്കിയിൽ നിന്നുള്ള കുറേ ആസ്പിറൻസ് ഉണ്ട്. സാർ എത്ര പേരെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഒക്കുപേഷൻ, ആ ഒരു ആസ്പിറേഷൻസ് തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇടുക്കി മെയിനായിട്ട് ഒക്യുപ്പേഷൻ കൃഷിയാണ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ. അതിൽ പിന്നെ വരുന്നത് പ്ലാന്റേഷൻസ് ആണ്. പ്ലാന്റേഷൻ, തേയിലത്തോട്ടങ്ങൾ, അങ്ങനെയുള്ള തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഒരു തമിഴ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇടുക്കിയിൽ കണ്ടുള്ള ഇപ്പോൾ ഒരുപാട് മുൻ കാലഘട്ടങ്ങളിൽ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇവരുടെ ഡ്രീമിന് കുറേയേറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് അവർ തന്നെ കൊടുക്കുന്ന കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഇത്രയൊക്കെ മതി എന്നുള്ള രീതിയിൽ. ചിലപ്പോൾ അവരുടെ മുൻ തലമുറ അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ മറ്റ് സ്ഥലങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് നോക്കുമ്പോൾ കുറേയേറെ ആഗ്രഹങ്ങൾ കുറച്ച് വെക്കുന്ന ആൾക്കാരാണ് ഇടുക്കിയിലുള്ള ആൾക്കാരെന്ന് എനിക്ക്, പ്രത്യേകിച്ച് യങ് ജനറേഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹങ്ങൾക്കുള്ള ഒരു ലിമിറ്റേഷൻ ഇന്നിപ്പോൾ മാറി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഡിജിറ്റൽ ടെക്നോളജിയൊക്കെ വരുന്നത് കൊണ്ടാകാം നമ്മുടെ കുട്ടികൾ കൂടുതലായിട്ട് മുകളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആസ്പിറൻസ് കൂടുതൽ വരുന്നത്. ഇടുക്കിയിൽ ഇപ്പോൾ നമ്മുടെ PSC നോക്കിയാൽ തന്നെ മുൻ കാലഘട്ടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കിയിലെ ആപ്ലിക്കൻസ് വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇടുക്കിയിൽ നിന്ന് പോലും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ വിദേശത്തേക്കുള്ള ഒരു മൈഗ്രേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇടുക്കിയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ കാനഡയിലേക്കും UK-യിലേക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. പക്ഷേ ഇറ്റ് വിൽ ടേക്ക് സം ടൈം എന്നാണ് തോന്നുന്നത്. ഇനി ബാക്ക് ടു ഒരു ആസ്പിറൻറ്റ് സ്റ്റോറീസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കറൻ്റ്ലി പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, ഒപ്പം മെയിൻസ് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കോൾ കിട്ടിയവരുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ കോൾ കിട്ടിയ ഒരു കുട്ടിയുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഫസ്റ്റ് മോക്ക് ഇൻ്റർവ്യൂവിലൊക്കെ വളരെയധികം മാർക്ക് കുറവാണ്, അപ്പോൾ ആൾ കുറച്ച് ടെൻഷനിലാണ്. അപ്പോൾ ഇനി അത് ഇമ്പ്രൂവ് ആവുമോ? സാറിൻ്റെ ഒരു ഫസ്റ്റ് മോക്ക് ഇൻ്റർവ്യൂ ആൻഡ് ലാസ്റ്റ് ഒറിജിനൽ ഇൻ്റർവ്യൂവിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, നമ്മുടെ ഈ മോക്ക് ഇൻ്റർവ്യൂസും ഒറിജിനൽ UPSC പേഴ്സണാലിറ്റി ടെസ്റ്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് മോക്ക് ഇൻ്റർവ്യൂവിൽ നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല UPSC പേഴ്സണാലിറ്റി ടെസ്റ്റിൽ കാണുന്നത്. മോക്ക് ഇൻ്റർവ്യൂസ് പലപ്പോഴും, ഇപ്പോൾ ഞാൻ പോലും മോക്ക് ഇൻ്റർവ്യൂവിൽ പാനലായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഒരു നോളജ് അളക്കുന്ന രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. പക്ഷേ UPSC ശരിക്കും ആ പേര് അനർത്ഥമാക്കുന്ന രീതിയിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ മോക്ക് ഇൻ്റർവ്യൂവിൽ ഒരല്പം മാർക്ക് കുറഞ്ഞു എന്ന് വെച്ചിട്ട് അതിന് ഡിപ്രസ്ഡ് ആകേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രിലിംസും മെയിൻസും ക്ലിയർ ചെയ്ത് ഈ ഒരു സ്റ്റേജ് വരെ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ കുട്ടി ഒരു എലിജിബിൾ കാൻഡിഡേറ്റ് ആണ് ഫൈനൽ ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്സ് എന്ന് നമ്മുടെ ആസ്പിറൻസ് പലപ്പോഴും നോക്കുക. അത് കമ്മ്യൂണിക്കേഷൻ വൈസ് ആണോ, ഇപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒഫൻസീവ് ആയിട്ടുള്ള നമ്മുടെ വേർബൽ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻസിൽ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ടുള്ള ഒരു മസ്റ്റ് ചേഞ്ച് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഒരു 5 ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാത്തതാണ് മോക്ക് ഇൻ്റർവ്യൂവിൽ പറ്റിയ ബുദ്ധിമുട്ടെങ്കിൽ അത് വലിയൊരു വിഷയമാക്കി എടുക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പലപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമുക്കറിയാത്ത ഉത്തരങ്ങൾ ഒരുപാട് ഉണ്ടാവും. അതായത് എല്ലാം പഠിച്ചിട്ട് നമുക്കൊരിക്കലും ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റില്ല. മാത്രമല്ല എല്ലാം പഠിച്ചതായിട്ട് ആരുമില്ല, എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല. അപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റിന് പോകുമ്പോഴും നമുക്കറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് പൊളൈറ്റായിട്ട് അറിയില്ല എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിക്കാൻ കൂടി നമ്മുടെ ആസ്പിറൻസ് തയ്യാറായാൽ മാത്രം മതി.
അങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോകാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് നല്ല വിജയം നേടാൻ സാധിക്കും. ഇനിയിപ്പോൾ ഈ ഒരു Q&A നമ്മൾ ഇട്ടതിൽ നിന്നുള്ള കുറച്ച് ചോദ്യം നോക്കുകയാണെങ്കിൽ, ഒരാൾ മലയാളം മീഡിയം ആണ്, അപ്പോൾ കറൻ്റ്ലി ഇംഗ്ലീഷിൽ എത്ര ഒരു ബുദ്ധിമുട്ട് ഏരിയ ആണ്, അപ്പോൾ അത് പ്രിപ്പറേഷനെ വല്ല രീതിയിലും ബാധിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ സാറിൻ്റെ സാർ ഓൾറെഡി മലയാളം മീഡിയം പഠിച്ചു എന്ന് നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഈ മലയാളം ത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഇൻ്റർവ്യൂലൊക്കെ വരുന്നുണ്ടോ? മലയാളം മീഡിയം പഠിച്ചതിൽ നിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലോ അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിൽ പഠിച്ചു വന്ന ഒരു കാൻഡിഡേറ്റും ഒക്കെ ആയിട്ടാണല്ലോ നമ്മൾ മത്സരിക്കേണ്ടി വരിക. അപ്പോൾ ആ ഒരു സമയത്ത് മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന ആൾക്ക് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ എവിടെയെങ്കിലുമൊക്കെ ഡിഫക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, മറ്റേ ആളെ തട്ടിച്ചു നോക്കുമ്പോൾ ഒരല്പം പിന്നോക്കം നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകാം. പക്ഷേ അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ ഓവർകം ചെയ്ത് നമുക്ക് ഈക്വൽ ആക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ബെറ്റർ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ആദ്യം വേണ്ടത് ഈ മലയാളം മീഡിയമാണ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, എൻ്റെ കമ്മ്യൂണിക്കേഷൻ മോശമാണ് എന്നുള്ള ഒരു ധാരണ ഉള്ളിലുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബേസിക്കലി നമ്മൾ പലപ്പോഴും പറയുന്നത് ഇംഗ്ലീഷിൽ തന്നെ ചെയ്യണോ, എൻ്റെ അടുത്ത് പല ആൾക്കാരും മലയാളത്തിൽ ഇൻ്റർവ്യൂ കൊടുത്താൽ കുഴപ്പമുണ്ടോ, ഇംഗ്ലീഷിൽ തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയൊരു സായിപ്പിൻ്റെ ഭാഷയിൽ സംസാരിക്കണമെന്നല്ല, പക്ഷേ നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസ് കൺവേ ചെയ്യാനായിട്ട് ഒരു മീഡിയം മാത്രമായിട്ട് ഇംഗ്ലീഷിനെ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ മലയാളം നമ്മൾ സംസാരിക്കുമ്പോൾ അതിനകത്തുള്ള ഗ്രാമാറ്റിക്കൽ എറേഴ്സോ കാര്യങ്ങളോ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇംഗ്ലീഷിനെയും അതുപോലെ തന്നെ എടുത്താൽ മതി. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ ഭാഷ ഉപയോഗിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിന് ഇംഗ്ലീഷിൻ്റെ ഒരു അത്യാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ആസ്പയർ ചെയ്യുന്ന ഒരു ജോബ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ വളരെ ചെറിയൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ ഇരുന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ജോലിയല്ല. സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യേണ്ടതായിട്ട് വരാം, നാളെ നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് ലോകത്ത് എവിടെയും പോകേണ്ടതായിട്ടുള്ള അവസ്ഥ വരാം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളൊക്കെ നമ്മുടെ രാജ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത്, അതായത് നമ്മൾ രാജ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ അവിടെ വരുത്തുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ നമ്മുടെ രാജ്യത്തിലേക്കായിരിക്കും ചിലപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ മേക്കപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് വരണം എന്നുള്ളതാണ്. മലയാളം മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് ചിലപ്പോൾ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും. അങ്ങനെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. അടുത്ത ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ റീസെൻ്റ്ലി 12th ഫെയിൽ എന്ന് പറഞ്ഞൊരു മൂവി റിലീസായിരുന്നു. അതിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് കുറച്ച് കുട്ടികൾ ഇപ്പോൾ വീണ്ടും പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഈ വർഷത്തെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് ഇറങ്ങുന്നവരുടെ എണ്ണം കുറവാണ്. ഒരുപാട് പേര് ഇപ്പോൾ ഒരു ലൈഫ് സെക്യൂർ അല്ലല്ലോ ഇതിൽ പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാവരും UK പോവുകയാണ്. അപ്പോൾ ആ രീതിയിലും പിള്ളേർ കുറഞ്ഞു വരുന്നുണ്ട് ഈ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിലോട്ട്. അപ്പോൾ മോട്ടിവേഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സർ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ ടൈമിൽ മോട്ടിവേറ്റഡ് ആയിട്ടിരുന്നത്? ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു മോട്ടിവേഷണൽ ടിപ്സ് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ആസ്പിരൻറ്റും ഒരു ഡീമോട്ടിവേറ്റഡ് സ്റ്റേജിലൂടെ കടന്നു പോകും. എല്ലാവരും ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് വളരെ കൂളായിട്ടാണ് ഈ ഒരു എക്സാം പാസ്സായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാരണം ഒരു വലിയ പ്രോസസ്സ്, ഒരു 1.5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സിൽ ഉറപ്പായിട്ട് നമ്മൾ ഇടയ്ക്ക് ചില ദിവസം നമ്മൾ തളർന്നു പോകും, ചില ദിവസം നമ്മൾ മടുത്തു പോകും, ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ അത് ഒരു അറ്റംപ്റ്റിൻ്റെ കാര്യമാണ്. ഒന്നിലധികം അറ്റംപ്റ്റ് വരുമ്പോഴത്തേക്ക് വീണ്ടും ഈ ഒരു ഇഷ്യൂ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അതിൽ മോട്ടിവേഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം നമ്മുടെ ഡിസയർ തന്നെയാണ്, നമ്മുടെ ആഗ്രഹമാണ്. ഈ UPSC എന്ന് പറയുന്ന ഒരു എക്സാം ക്ലിയർ ചെയ്ത് സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് വരണം എന്നുള്ളൊരാഗ്രഹം. ആ ആഗ്രഹം എവിടെ നിന്ന് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാം എന്തിന് എഴുതുന്നു എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ്. അതായത് ഏതൊരു ആസ്പിരൻറ്റും ഈ ഒരു സൈക്കിളിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ എന്തിന് ഈ പരീക്ഷ എഴുതുന്നു എന്നുള്ളതാണ്. അതിന് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ആൻസർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോട്ടിവേഷൻ ഇൻസൈഡിൽ നിന്ന് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് കണ്ടിന്യൂ ചെയ്ത് പോകാതെ എത്രയും പെട്ടെന്ന് അതിനകത്തേക്ക് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഈ മൂവി കണ്ടപ്പോൾ 12th ഫെയിൽ വളരെ നല്ലൊരു മൂവിയാണ്. നമുക്ക് അത്രയും കഷ്ടപ്പാടുകളൊന്നും ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു ആസ്പിരൻറ്റ് ചിലപ്പോൾ സഹിക്കുന്നുണ്ടാവില്ല. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെയുള്ള വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ പോകുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ സിനിമ കണ്ടുണ്ടാകുന്ന മോട്ടിവേഷൻ എനിക്ക് അതൊരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ അല്ല. അത് അടുത്തൊരു സിനിമ കാണുന്നവരെ കാണുള്ളൂ. അടുത്തൊരു സിനിമ കാണുമ്പോൾ ആ മോട്ടിവേഷൻ പോകും.
ഇപ്പോൾ ഇതിന് മുന്നെയാണ് വിക്രമാദിത്യൻ കണ്ടിട്ട് ഈ രീതിയിൽ മോട്ടിവേഷൻ വരാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു BGM ഒക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ കാണാറുണ്ട് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ IAS ഓഫീസറൊക്കെ കാറിൽ വന്ന് ഇറങ്ങുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് BGM ഒക്കെ ഇട്ട് കാണുമ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആകാറുണ്ട്. ആ മോട്ടിവേഷൻ അരുൺ സാർ നടക്കുന്നതിന്റെയും BGM ഇട്ട് ഞാൻ 1-2 റീൽസ് അതുണ്ട്. അപ്പോൾ അത് വളരെ ട്രാൻസിയൻ്റ് ആയിട്ടുള്ള മോട്ടിവേഷനാണ്. അത് നമ്മൾ സസ്റ്റെയിൻഡ് അല്ല, അത് വളരെ പെട്ടെന്ന് മരിച്ചു പോകുന്ന മോട്ടിവേഷനാണ്. അപ്പം മോട്ടിവേഷൻ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരേണ്ടത്. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ആസ്പിരൻറ്റ് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. UPSC അല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് UPSC അല്ലെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം അതല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കാനും ചെയ്യാനും ഒക്കെയുണ്ട്. ഇതല്ലാതെ UPSC പ്രിപ്പറേഷൻ അത് കുറേയേറെ ആളുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം അറിയും. നമ്മുടെ പാരൻസ് ആകാം, ഫ്രണ്ട്സ് ആകാം, ടീച്ചേഴ്സ് ആകാം, അങ്ങനെ അഭ്യുദയകാംക്ഷികളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ്റെ സമയത്ത് എപ്പോഴെങ്കിലും വീണ് പോവുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റത്തിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആഗ്രഹത്തെ എനർജി ആക്കുക, ഈ സപ്പോർട്ടീവ് സിസ്റ്റത്തെ യൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സിനിമകളിലെ മോട്ടിവേഷനെ പറ്റി പറഞ്ഞുകൊണ്ട് ഈ സിനിമകളിൽ നിന്ന് കണ്ട് മോട്ടിവേറ്റഡ് ആയ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം സിനിമകളിൽ കാണുന്ന IAS IPS ഓഫീസേഴ്സിന്റെ ലൈഫ് തന്നെയാണോ റിയൽ ലൈഫിൽ? ഒരിക്കലും അല്ല. അതായത് വിക്രമാദിത്യന് മുന്നേ ഒക്കെ ഉണ്ടായിരുന്ന തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ്, നമ്മുടെ കമ്മീഷണർ ഭരചന്ദ്രൻ IPS, അതുപോലുള്ള അത് ക്ലിയർ അതായത് ഈ ജോലിയിലേക്ക് വരുന്നതിന് മുൻപ് വരെ ഈ സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെയാണെന്ന്. പക്ഷേ അങ്ങനെയൊക്കെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വീണ്ടും ആ സിനിമ കാണുമ്പോഴത്തേക്ക് മമ്മൂട്ടിയൊക്കെ അല്ലെങ്കിൽ ആ റോൾ എന്താണ് നമ്മൾ പലപ്പോഴും അതിശയപ്പെട്ട് പോകാറുണ്ട്. കാരണം ഒരിക്കലും ഒരു സിവിൽ സർവൻറ്റിന് അങ്ങനെ ഒന്നും ആവാൻ പറ്റില്ല നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു മീഡിയം കൂടിയാണ്. അപ്പോൾ അവിടെ നായകൻ ഇങ്ങനെയുള്ള ഡയലോഗ്സ് ഒക്കെ പറഞ്ഞേ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ നായകനാണോ പ്രതിനായകനാണോ എന്നൊക്കെ ഉള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അതുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ സിനിമയിൽ കാണുന്ന ജീവിതം അല്ലെങ്കിൽ ഓഫീസറിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യാസമാണ്. പ്രത്യേകിച്ച് കേരള കേഡറിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് ഒരു റൈറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ്. ജനങ്ങൾക്കറിയാം അവൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു ഓഫീസറിനെ ആരും പ്രതിഷ്ഠിക്കില്ല. ഓഫീസറിനെ എന്നാൽ ആരെയും ജനങ്ങൾ പ്രതിഷ്ഠിക്കില്ല. അതിനെ ജനങ്ങൾ തീർച്ചയായിട്ടും എതിർക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സിവിൽ സർവൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനോണിമസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അതായത് തൻ്റെ പേഴ്സണൽ ലൈഫിലല്ല, പക്ഷേ ഒരു ഒഫീഷ്യൽ ലൈഫിൽ വളരെ അനോണിമസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് Q&A വന്നുള്ള ചോദ്യമാണ്, പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഒപ്പം വർക്ക് പ്രഷർ ബാലൻസ് എങ്ങനെയാണ്? ഓക്കെ, പൊളിറ്റിക്കൽ പ്രഷർ എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യം അതാണ്. അതായത് നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ട്, അതായത് ജനറൽ ട്രെൻഡിലുള്ളൊരു ചോദ്യം അതാണല്ലോ, വളരെയധികം പഠിക്കുന്ന ഒരാൾ അയാൾ പൊളിറ്റിക്കലി ആൾക്കാരുടെ കീഴിൽ വർക്ക് ചെയ്യേണ്ട വരുന്നൊരവസ്ഥ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. കേരളത്തിൽ അങ്ങനെ വലിയൊരു പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടെന്ന് ഇപ്പോൾ എനിക്കൊരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയറിൻ്റെ എക്സ്പീരിയൻസേ ഉള്ളൂ. എല്ലാം കൂടി 3 ഇയർ എക്സ്പീരിയൻസ് എനിക്കുള്ളൂ. അപ്പോൾ അതിലൊരു ഇൻഡിപെൻഡൻറ്റ് പോസ്റ്റ് 1 ഇയറേ ഉള്ളൂ. അപ്പോൾ അതിൽ ഇതുവരെ വലിയൊരു പ്രഷർ നമുക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പൊളിറ്റീഷ്യൻസ് കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആണ്. അപ്പോൾ അവർ ഉദ്യോഗസ്ഥരെ റെസ്പെക്ട് ചെയ്യുന്ന പൊളിറ്റീഷ്യൻസ് തന്നെയാണ്. അങ്ങിങ്ങായിട്ട് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. പക്ഷേ ജനറൽ ട്രെൻഡായിട്ട് ഉദ്യോഗസ്ഥരെ റെസ്പെക്ട് ചെയ്യുന്ന പൊളിറ്റീഷ്യൻസ് ആണ് ഞങ്ങൾ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളെക്കാളും വിഷണറി ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉള്ള, നമ്മളെക്കാളും ഐഡിയാസ് ഉള്ള, അതായത് പല പൊളിറ്റീഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു ഇങ്ങനെയൊക്കെ ഇത് ചെയ്യാമല്ലേ, അല്ലെങ്കിൽ ഒരു മൈക്രോ മാനേജ്മെൻറ്റ് ചെയ്യാൻ നമ്മളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള ആൾക്കാരെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ കുറേയേറെ കഴിവുകൾ ഈ പൊളിറ്റീഷ്യൻസിനുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരെ ആ ഒരു രീതിയിൽ കണ്ട് അവരിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്കില്ലുകൾ കൂടി നമ്മൾ പഠിച്ചെടുക്കുന്നത് എനിക്ക് തോന്നുന്നു നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അടുത്തൊരു ചോദ്യം, സർവീസ് ലൈഫിലെ ഒരു അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഒന്ന് ഷെയർ ചെയ്യാമോ എന്നാണ്. ഓക്കെ, അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്, വലിയ മൊമെൻറ്റുകൾ, ചെറിയ ചെറിയ മൊമെൻറ്റുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അച്ഛൻ നമ്മുടെ ഒരു പരാതിയുമായിട്ട് വന്ന ഒരു കാര്യം. അതുകൊണ്ട് ഞാനത് വീണ്ടും സൂചിപ്പിക്കുന്നില്ല. പക്ഷെ 2 അൺഫോർഗറ്റബിൾ മൊമെൻറ്റ്സ് ഞാനിപ്പോൾ പറയാം. ഒന്ന്, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തൊടുപുഴയിൽ നടന്ന ഒരു സംഭവമാണ്. അതായത് ഒരു അമ്മ, ആ അമ്മ വീട്ടിലൊറ്റയ്ക്കാണ് താമസിക്കുന്നത്. മഴ പെയ്തപ്പോൾ അമ്മയുടെ വീട്, അതായത് ഓട അടയാൻ വിവിധ കാരണങ്ങളുണ്ട്, അയൽപക്കക്കാരുടെ ഇഷ്യൂസ് അങ്ങനെയൊക്കെ. ഈ അമ്മയുടെ വീട് മുഴുവൻ വെള്ളം കയറി.
അതായത് ഫുൾ വെള്ളം, അടുക്കളയും ബെഡ്റൂമും ഒക്കെ വെള്ളം കയറിയിട്ട് അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. ഇത് കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷേ, പ്രായമുള്ള ഒരു അമ്മയാണ്. അപ്പോൾ അമ്മയെ ആശുപത്രിയിലാക്കി. അത് മീഡിയ ഏറ്റെടുത്തു ഈ ഒരു ഇഷ്യൂ. അപ്പോൾ നമ്മളവിടെ ചെല്ലുന്നു. നമ്മളവിടെ ചെന്നിട്ട് അപ്പോഴാണ് ശരിക്കും നമ്മൾ അധികാരത്തിൻ്റെ ഒരു 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 ഉപയോഗം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ അവിടെ ചെന്നു. നിയമപരമായോ നിയമപരമല്ലാതെ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പേപ്പർ വർക്കുകൾ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് തന്നെ ആ മൊമെൻറ്റിൽ നമ്മൾ പുതിയൊരു ഓർഡർ ക്രിയേറ്റ് ചെയ്തു, അമ്മയുടെ വീട്ടിൽ നിന്ന് വെള്ളം ഒഴിവാക്കാം. പക്ഷെ അപ്പോഴും നമ്മുടെ പേടി, അമ്മ ICUലാണ്, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, അമ്മയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അമ്മ റിക്കവർ ചെയ്തു, യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല. പിന്നീട് അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു നമ്മളെ, നന്ദിയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു ഇൻസിഡൻ്റ് ആണ്. ഇന്നലെ നടന്ന ഒരു ഇൻസിഡൻറ്റ് ആക്ച്വലി എനിക്ക് തോന്നുന്നു TV-യിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. എഗെയിൻ ഒരു അമ്മയാണ്, ആ അമ്മയുടെ മക്കൾ അമ്മയെ സംരക്ഷിക്കുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് കുറേ കാലമായിട്ട് ഈ മക്കൾ സംരക്ഷിക്കുന്നില്ല എന്ന് പറയുന്ന പരാതി നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ജനപ്രതിനിധി നമ്മളെ വിളിച്ചു പറയുന്നു, നേരത്തെ പറഞ്ഞ പോലെ സബ് കളക്ടർക്ക് ഇങ്ങനെ ഒരു റോളും കൂടിയുണ്ട്, ഈ അമ്മയെ സംരക്ഷിക്കുന്നില്ല മക്കൾ, അപ്പോൾ അമ്മ ഇപ്പോൾ രോഗബാധിതയാണ് എന്ന് വിളിച്ചു പറയുന്നു. അപ്പോൾ അങ്ങനെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് പോയി നോക്കുന്നു, മക്കളുമായി സംസാരിക്കുന്നു. മക്കളൊക്കെ കുറച്ച് നല്ല ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ അവർ സംരക്ഷിക്കാൻ തയ്യാറല്ല എന്ന് കട്ടായം പറയുകയാണ്. അപ്പോൾ രോഗബാധിത ആയതുകൊണ്ട് തന്നെ പോലീസ് തന്നെ അമ്മയെ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നിർഭാഗ്യവശാൽ അമ്മ ആക്ച്വലി മരിച്ചുപോയി മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ. അപ്പോൾ അൺഫോർഗറ്റബിൾ ആയിട്ട് നമ്മുടെ ആ ഒരു സമൂഹത്തിൻ്റെ പോക്ക് ആണ് നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത്. സ്വന്തം അമ്മയെ പോലും സംരക്ഷിക്കാൻ മടിക്കുന്ന, അതായത് അമ്മയെ സംരക്ഷിക്കുക, ഒരു ആശുപത്രിയിൽ കൂട്ടുനിൽക്കാൻ പോലും മടിക്കുന്ന മക്കളുടെ ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അത് വരുമ്പോൾ അതിനെ ഒരു ഉത്തരവുകളിലൂടെയോ നടപടിക്രമത്തിലൂടെയോ തിരുത്താൻ ഓഫീസേഴ്സിന് സാധിക്കാറില്ല. അത് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെയോ ഓഫീസേഴ്സിൻ്റെയോ വീക്ക്നെസ്സിനെയാണ് കാണിക്കുന്നത്. അതായത് നമുക്ക് അമ്മയെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ അച്ഛനെ സ്നേഹിക്കാൻ ഉത്തരവിടാൻ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡുമായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ ഈ ഒരു 1 year എക്സ്പീരിയൻസിൽ ഞാൻ ഓർത്തു വെച്ചിരിക്കുന്ന 2 സംഭവങ്ങൾ ഇതാണ്. അടുത്തൊരു ചോദ്യം ഒരു ആസ്പിരന്റ് വിളിച്ചു പറഞ്ഞതാണ്. പുള്ളി കഴിഞ്ഞ ദിവസം റീഡിംഗ് റൂമിലെ ക്യാബിനിൽ ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്തിരുന്ന ഒരു പെൺകുട്ടിക്ക് വയ്യാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. രാത്രിയായിരുന്നു. അപ്പോൾ പെൺകുട്ടിയുടെ ഫ്രണ്ട്സിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും വന്നു. പക്ഷെ അവർ 5 മിനിറ്റ് നിന്നിട്ട് അവർ പറഞ്ഞു അവർക്ക് CSAT പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പോയി. അപ്പോൾ ഈ പയ്യനെ സംബന്ധിച്ച് അവരറിയില്ല, റീഡിംഗ് റൂമിൽ കണ്ടൊരു പരിചയമുള്ളൂ. അപ്പം സ്വന്തം ഫ്രണ്ട്സിന് പോലും ഒരു 10 മിനിറ്റ് അവിടെ നിൽക്കാൻ പറ്റാതെ CSAT പഠിക്കുന്നതാണോ ഇമ്പോർട്ടൻസ്? അപ്പോൾ ഒരു പേപ്പർ നമ്മൾ എത്തിക്സ് എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ എത്തിക്സ് പേപ്പറിൽ മാത്രമുള്ളതാണോ എന്നൊക്കെ പറഞ്ഞ ആൾ ഭയങ്കര ഒന്ന് ടെൻഷനായിട്ട് ഇത് സാറിൻ്റെ അടുത്തൊന്ന് ചോദിക്കും, എത്തിക്സ് എത്രത്തോളം ഇതിൽ വർക്ക് ആവുന്നുണ്ട് എന്ന്. അല്ല, എത്തിക്സ് പേപ്പറിന് മാർക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ എത്തിക്സ് ഉള്ള ആളാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. എത്തിക്സ് ഇല്ലാത്ത ആൾക്കാർക്കും നല്ല മാർക്ക് എത്തിക്സിന് സ്കോർ ചെയ്യാൻ പറ്റും. രണ്ടും രണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ CSAT പഠിക്കാൻ പ്രയോറിറ്റീസ് ആണ് ആൾക്കാരുടെ. അതായത് എന്താണ് പ്രയോറിറ്റീസ് എന്നനുസരിച്ചിട്ടാണ് ഓരോ ആളും തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അവർക്ക് CSAT ആയിരിക്കും പ്രയോറിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടാവുക ഓവർ ദി ഫ്രണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ CSAT പഠിക്കാൻ പോയി. പക്ഷേ ഈ എത്തിക്സിൻ്റെ ഒരു പ്രശ്നം, നമുക്കിത് കുറേ കാലം എത്തിക്കലി റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. അതായത് ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കപ്പെടും. ആ സമയത്ത് നമ്മളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയം വരുമ്പോൾ നമ്മൾ ഈ ജോലിയിൽ നിന്ന് എന്താണ് നേടിയെടുത്തത് എന്നുള്ളൊരു ചോദ്യം അതിനൊരു ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മിസറബിളി ഫെയിലായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ എത്തിക്സ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു പേപ്പറിൽ മാത്രം പോരാ, നമ്മൾ ചെയ്യുന്ന ഓരോ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബട്ട് അഗെയിൻ അതൊരു സബ്ജക്റ്റീവാണ്. വാട്ട് ഇസ് എത്തിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹമാണ് തീരുമാനിക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ മറ്റൊരാൾക്ക് ദ്രോഹം വരാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട്. ഇതിൽ വന്നതിൽ ഞാൻ പ്രയോറിറ്റി ലാസ്റ്റ് മാറ്റി വെച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ലാസ്റ്റിലേക്ക് വളരെ പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. ആർ യു സിംഗിൾ? അതെ സിംഗിൾ ആണ്. നമുക്ക് ആക്ച്വലി ഈ ഒരു വീഡിയോ കിട്ടേണ്ട ആവശ്യത്തിനോളം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. വി ആർ ആക്ച്വലി റിയലി ഹാപ്പി. തിരുവനന്തപുരം വിട്ട് ഇടുക്കി വരെ വന്നത് എടുത്ത സാധനം ഒട്ടും വേസ്റ്റ് ആയിട്ടില്ല. വി ആർ റിയലി ഹാപ്പി. സാർ, ഈ പാർട്ടിംഗ് മെസ്സേജ് ആയിട്ട് വീഡിയോ അവസാനിക്കുന്ന മുമ്പ് പറയാം, ആസ്പിറൻസിനോട് പറയാം മെസ്സേജ്. ആസ്പിറൻസിനോട് പറയാം, 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, എപ്പോഴും ഞാൻ നേരത്തെ പലപ്പോഴായിട്ട് സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. അതായത് UPSC എന്ന് പറയുന്ന ഒരു എക്സാമിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ എക്സാം എഴുതുന്നത് എന്നുള്ളത് ഇതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ എല്ലാ ആസ്പിറൻസിനും ഉണ്ടാകണം.
എന്തിന് ഞാൻ ഈ ഒരു കരിയർ സെലക്ട് ചെയ്യുന്നു. അത് പല കാരണങ്ങളായിരിക്കും, എല്ലാവർക്കും ഒരേ കാരണങ്ങൾ, സോഷ്യൽ സർവീസ് എന്നുള്ളത് മാത്രമല്ല ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തമായ ധാരണ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതൊരു എക്സാമാണ്, ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ആ എക്സാമിന് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ അതിൻ്റെ ചട്ടക്കൂട് സിലബസ് നോക്കി എങ്ങനെയാണ് എക്സാമിൻ്റെ ഡിമാൻഡ് മനസ്സിലാക്കി ഒരു സ്മാർട്ടായിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് ഈ ഒരു എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. മൂന്നാമതായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എക്സാം അല്ല എല്ലാത്തിൻ്റെയും അവസാനം എന്ന് പറയുന്നത്. ഈ എക്സാം അല്ലാതെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എക്സാമിനോടൊപ്പം ഈ എക്സാം എങ്ങാനും നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളത് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ഭാവി ജീവിതത്തിലേക്ക് പോകാൻ നമ്മുടെ ആസ്പിരൻസ് ഒരു ആർജവം കാണിക്കണം എന്ന് കൂടിയാണ് പറയാൻ. സോ ദാറ്റ്സ് ഓൾ ഫ്രം ഇടുക്കിയിലെ വിശേഷങ്ങളും ഇടുക്കിയിലെ സബ് കളക്ടറിന്റെ വിശേഷങ്ങളും ഇതാണ്. സർ, വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഞാൻ ഒന്ന് ഹഗ് ചെയ്തോട്ടെ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടി ഒരു നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ തിരഞ്ഞെടുക്കാം? ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഏറ്റവും ബെസ്റ്റ് ആക്കുന്നത് അവിടുത്തെ ഫാക്കൽറ്റി ടീം തന്നെയാണ്. കേരളത്തില് സിവിൽ സർവീസ് ലഭിച്ച് സർവീസ് ഉപേക്ഷിച്ച് കോച്ചിങ് കൊടുക്കുന്ന 2 പേരുണ്ട്, രമ്യ റോഷ്നി മാമും അരുൺ സാറും. അവർ മാത്രമല്ല, അവരുടെ ഒപ്പം കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സബ്ജക്ട് എക്സ്പേർട്ടുകളും കൂടെയുണ്ട്. അപ്പൊ ഇവർ ഒന്നിച്ച് ലീഡ് ചെയ്യുന്ന അക്കാദമിയാണ് തിരുവനന്തപുരത്തുള്ള പാത്തേസ് അക്കാദമി. അപ്പൊ പാത്തേസ് അക്കാദമിയിലോട്ട് അടുത്ത വർഷത്തെ PCMന്റെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കുന്നതിനും അവിടുത്തെ സ്കോളർഷിപ്പ് ടെസ്റ്റിനെ കുറിച്ച് അറിയുന്നതിനും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.